ചില ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവൂല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ നമ്മൾ ഒട്ടും ഓക്കെ അല്ലാത്ത ചില ദിവസങ്ങൾ നമ്മളെല്ലാവരുടെ ലൈഫിലുണ്ടാവും. അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ അത്. ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഉച്ചവരെ എങ്ങനെയൊക്കെയോ കടന്നു പോയെന്ന് പറയാം. ഉച്ചയ്ക്ക് ശേഷം നീത്തൂട്ടൻ തീരെ സൂര്യൻ തന്നില്ല. എന്താ ചോന് കളിക്കാൻ ആരുമില്ല, വീട്ടിലിരുന്നിട്ട് ബോറടിക്കും. നമുക്കും അവന്റെ കൂടെ കളിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അല്ലേ. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോ ഒരേ ഒരു കാര്യമായിട്ട് പറഞ്ഞത് എവിടെയെങ്കിലും വെള്ളത്തിൽ പോയിട്ട് കളിക്കുക. ആ ഓന് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്ഷീണവും കുഴക്കും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഓന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. ഇത് നമ്മള് വീടിന്റെ തൊട്ടടുത്തൊന്നുള്ള, വീടിന്റെ തൊട്ട് പുറകെ ഒരു പുഴയുണ്ട്, പക്ഷെ അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം അല്ല കേട്ടോ. നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് തിരുവമ്പാടിക്ക് അടുത്തുള്ള മുറമ്പാത്തി എന്നുള്ള സ്ഥലത്താണ്. അവിടെ ഒരു കടവുണ്ട്, പുഴയില് നല്ല അടിപൊളി. ഞങ്ങൾ 4:30 ആകുമ്പോട്ട് എത്തി. ആ സമയത്ത് അവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു, ഒരു മീൻ പിടിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വെച്ച് അപ്പുറത്തെ കടവത്തേക്ക് പോകാന്ന്. അപ്പൊ അനുഷേട്ടൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഞാനും നിത്തിട്ടും അനുഷേട്ടനും കൂടി മുന്നേ ഒരു ദിവസം വന്നിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. എന്റെ ഞങ്ങൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആട്ടോ. അതിൽ നല്ല നല്ല കല്ലുകളൊക്കെ കണ്ടപ്പോൾ നിത്തുണ്ട്. സമയത്ത് തന്നെ അനുഷേട്ടൻ പറയേണ്ടിയിരുന്നു അപ്പുറത്തെ കടവിൽ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം വെള്ളം ചിലപ്പോൾ അവിടെ കൂടിയിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും വെള്ളമില്ലായിരുന്നു. ഇപ്പൊ മഴ പെയ്ത സമയത്ത് വെള്ളം കൂടിയതാണ്. അപ്പൊ അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല, കാരണം മോൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. മോൻ ഉള്ളതുകൊണ്ട് ഓന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് തന്നെ പോവാന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് തന്നെ പോകാൻ. പിന്നെ ഇതാ അവിടെ ഏതായാലും വന്നതല്ലേ വിചാരിച്ചിട്ട് അപ്പോഴത്തേക്ക് അവിടെ കുളിക്കുന്നവർ കുളിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ കുറച്ച് പ്രഹസനങ്ങളാണ് ഈ കാണുന്നത്. എവിടെ പോയാലും നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കണമല്ലോ. അപ്പൊ തിരിച്ചു പോകുന്നതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു ജീവന്റെ ഒച്ച കേട്ടപ്പോൾ അനീഷേട്ടൻ നോക്കട്ടെ എന്താണ് എന്നുള്ള. അപ്പൊ നിത്തോട്ടം പോണ വഴിക്കൊക്കെ ഓരോ കല്ല് പെറുക്കി അങ്ങനെ നേരം കളഞ്ഞിട്ടോ. കുറെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നോക്കും. ഓനാ വെള്ളമൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം കണ്ടോ, ചാടി ചാടി പോകും. അങ്ങനെ നമ്മള് അവിടെ എത്തിയപ്പം വേറൊരു പണി കിട്ടിട്ടോ. ആ മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ അവിടുന്ന് കുളിച്ച് പോയിട്ടുണ്ട്, പകരം അവിടെ ആ ഭാഗത്തുള്ള കുറച്ച് ചേച്ചിമാര് കുളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അനീഷേട്ടൻ അവിടേക്ക് ഇറങ്ങില്ല. അനീഷേട്ടൻ അത്രയും നേരം വണ്ടിയിൽ പോയിരിക്കുക, അവര് കുളിച്ച് പോയിട്ട് വിളിച്ചോളൂ പറഞ്ഞു. അപ്പൊ ഞാനും നിത്തൂട്ടനും കൂടി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് മക്കളെ എന്തൊരു തണുപ്പാന്ന് പറയാം. നമ്മള് ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ട് നമ്മളെ മേലേക്ക് ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ തണുപ്പേന്ന് കേട്ടോ. പിന്നെ എന്താ നീത്തുട്ടനൊക്കെ സേഫ് ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അധികം ആഴമൊന്നുമില്ല ആ ഭാഗത്ത്. കുറച്ച് അങ്ങോട്ടേക്ക് പോയാൽ നല്ല ഒഴുക്കുണ്ട്. പിന്നെ ആഴം ഇവിടെയൊക്കെ ആഴം കുറവായതുകൊണ്ട് നീത്തുവിനും നന്നായിട്ട് ഞാനൊക്കെ നിലത്തിരിക്കുക, ഞങ്ങൾ കണ്ടില്ല, അങ്ങനെ നിലത്തി ഇരുന്നിട്ട് നല്ല തണുപ്പ്, നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ചു നേരം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിച്ചിട്ട്, ഏതായാലും അനീഷേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടേക്ക് പോകാൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അനീഷേട്ടൻ വന്നിട്ട് പോകാന്നുള്ളതിൽ നിന്നതാണ്. അപ്പം മക്കളെയൊക്കെ കൊണ്ട് വന്ന് കളിക്കാനും നമുക്ക് കുറച്ചു നേരം എൻജോയ് ചെയ്യാനൊക്കെ വിചാരിച്ചാൽ പറ്റുന്ന ഒരു സ്ഥലമാട്ടത്. നിത്തുടന് നീന്തൽ തീരെ അറിയില്ല കേട്ടോ. പഠിപ്പിക്കാൻ നിന്ന് ഓനറ്റ് സമ്മതിക്കില്ല. ഞാനും മനുഷ്യനും കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീന്തൽ പഠിപ്പിച്ചുതരാം, കാരണം വീടിന്റെ ബാക്കിലൊക്കെ പുഴയുണ്ട്, നമുക്ക് വെള്ളം കയറുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നീന്തൽ എപ്പോഴും മക്കൾ പഠിക്കണം നല്ലതാണല്ലോ. പക്ഷെ ഓന് തീരെ താല്പര്യമില്ല, ഭയങ്കര പേടിയാണ്. ആ കാര്യം പറയുമ്പോൾ മാത്രം പേടി. വെള്ളത്തിൽ കളിക്കാനാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മനുഷ്യൻ കുറേ ശ്രമിച്ചു നോക്കിയിട്ട് നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഓന് അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് കരയാണ്. തിരുവമ്പാടിയിൽ നിന്ന് പിന്നെ മുറമ്പ. അപ്പൊ താങ്കൾ കണ്ടില്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ആ ഭാഗത്തേക്ക് നല്ല ഒഴുക്കാണ് കേട്ടോ. അപ്പോഴാണ് ഞങ്ങളെ ശ്രദ്ധയിലല്ല, അവിടെ കുളിക്കാൻ വന്നിട്ടുള്ള കുറച്ച് ചേച്ചിമാരും അവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവര് പറഞ്ഞത് എന്താ വെച്ചാല് വെള്ളത്തിന് ഒഴുക്ക് കൂടിയിട്ടുണ്ട്, മലയിൽ എവിടെയോ മഴ പെയ്തിട്ടുണ്ട്, അപ്പൊ നല്ല ഒഴുക്ക് കൂടും. പിന്നെ പെട്ടെന്ന് ഇരുന്നു കേട്ടോ വെള്ളം കൂടിയത്. നമ്മളെ കരയിലൊന്നും അത്രയൊന്നും വെള്ളമില്ലായിരുന്നു. പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ വേഗം കുളിച്ച് കയറി കേട്ടോ. അവിടുന്ന് വേഗം പോന്നു. അപ്പൊ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ കടവിൽ കുളിക്കാൻ വന്നിരുന്ന ഒരു ചെക്കനെ പരിചയപ്പെട്ടിരുന്നത് ഇവനാണ് കേട്ടോ. നല്ലൊരു മോനെയാണ്. അപ്പോൾ അവൻ്റെ മറ്റേ സ്കേറ്റിംഗ് ബൈക്ക് കണ്ടിട്ട് അനീഷേട്ടന് നല്ല സ്പീഡിൽ ഓടിച്ച് വരുന്ന കണ്ടപ്പോൾ അനീഷേട്ടൻ ഒന്ന് അതിന്മേൽ കയറിയിട്ടൊന്ന് ഓടിച്ചു നോക്കട്ടെ പറഞ്ഞിട്ട് ഓടിച്ചു നോക്കട്ടെ. അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു. അനീഷേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനീഷേട്ടനും നിത്തുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ക്രേസായിട്ടോ. അപ്പം നിത്തു അതിൻ്റെ പിന്നാലെ ഓടിപ്പോയി. അവന് അതിൽമ കയറണം എന്നുണ്ടായിരുന്നു. അപ്പം അനീഷേട്ടൻ്റെ പിന്നാലെ ഓടാണ് കേട്ടോ. അച്ഛൻ ഇന്നൊന്ന് കയറ്റി എന്ന് പറഞ്ഞിട്ട് അവസാനം അനീഷേട്ടൻ ഓനും കൊണ്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്ക് അതിന്മ കയറണം എന്നൊക്കെ തോന്നും. അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു.